ലക്ഷദ്വീപിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകളുണ്ട്. ഫിഷൊക്കെയാണ് പ്രധാനമായിട്ടും. പക്ഷേ ഫ്രോസൺ ഫിഷിനൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് മേഖലയാണ്. പലരുടെയും സഹായത്താൽ ചിലപ്പോൾ ലക്ഷദ്വീപിന് വലിയൊരു ബിസിനസ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഏരിയയിൽ ഒരു എക്സ്പോർട്ടർ വന്നാൽ, പുതിയൊരു എക്സ്പോർട്ടർ കൂടി വന്നാൽ, അവിടെ എക്സ്പോർട്ടർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പുതിയൊരു എക്സ്പോർട്ടർ കൂടി വന്നാൽ ആ ചെറിയ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് കണ്ടുപഠിക്കാനും പറ്റും. അതുകൊണ്ടും പിന്നെ ലക്ഷദ്വീപിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇച്ചിരി ക്രൂഷ്യലാണ്. അവിടെ ഗവൺമെൻറ് ജോലിയൊക്കെ ആയിരുന്നു അവരുടെ പ്രധാന ഇൻകം. അപ്പം അവിടെ എന്നെക്കൊണ്ട് പറ്റുന്നതായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അവിടെയുള്ള ആളുകൾക്ക് എന്താണ് എക്സ്പോർട്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. എനിക്ക് ഫ്രീ ആയിട്ട് അവിടെ വന്ന് നിങ്ങൾക്കൊരു ലക്ഷദ്വീപിലുള്ള ആളുകൾക്കൊരു ക്ലാസ് എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടാനും ഇത് അറിയാൻ താല്പര്യമുള്ള ആളുകളെയൊക്കെ കൂട്ടാനും ഒക്കെ പറ്റുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കമൻ്റായിട്ടോ മെസ്സേജായിട്ടോ എനിക്ക് അയയ്ക്കുക. അതുപോലെ തന്നെ ആമസോണിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ കൂടെ ഞാൻ കൊണ്ടുവരാം. കാരണം ഡ്രോപ്പ് ഷിപ്പിങ്ങിനൊക്കെ ഈ ലക്ഷദ്വീപുകാർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അത് ആമസോണിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരാം. അയാളെ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുവരാം. നിങ്ങളെനിക്ക് പൈസ ഒന്നും തരണ്ട. നിങ്ങളുടെ അടുത്ത് വന്ന് ക്ലാസ് എടുക്കാനുള്ള പൈസയൊക്കെ ഇവിടെ കേരളത്തിൽ ക്ലാസ് വിറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പൈസ വെച്ചിട്ട് ഇത് ഞാൻ കൺസൾട്ടേറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട. ചെറിയൊരു ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഇല്ലെങ്കിൽ ചെറിയൊരു കടപ്പുറമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈവൻ പ്രൊജക്ടർ ഒരെണ്ണം നിർബന്ധമാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. അതില്ലെങ്കിൽ പറയാം, അത് ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അത് നമുക്ക് പിന്നീട് നമ്മൾ മലയാളികൾക്ക് എങ്ങനെയാണൊരു സ്ഥലത്തൊരു എൻ്റർപ്രണർ വരുമ്പോൾ ആ സ്ഥലത്തിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊരു സ്റ്റഡി മെറ്റീരിയലായിരിക്കും നമുക്കെല്ലാവർക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അത് വളരെ ഫ്രീ ആയിട്ട്. എനിക്കൊരു ഹോട്ടൽ റൂം പോലും നിങ്ങളവിടെ എടുത്തു തരണ്ട. അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് എനിക്കറിയത്തില്ല. അതിന് ഞാൻ പൈസ കൊടുത്ത് തന്നെ നിന്ന് എൻ്റെ സ്വന്തം ചിലവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ചിലർ പറയും ഇവനെന്തോ പേഴ്സണൽ ലാഭം ഉണ്ടെന്ന്. അങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും എനിക്കൊന്നും പറയാനില്ല. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, വേൾഡിലെ മലയാളി എന്ന മാർക്ക് ഉണ്ടാവണം. നമ്മുടെ മലയാളികളാണ് ലക്ഷദ്വീപുകാരൊക്കെ. മലയാളി എന്നൊരു മാർക്ക് വേണം നമുക്ക്. അത് നിർബന്ധമാണ്. പിന്നെ കല്ലായി ജീവിക്കുന്നവരും കരിയിലയായി ജീവിക്കുന്നവരും ഉണ്ടാവും. ഞാൻ കല്ലായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കല്ലായി ജീവിച്ച ആളുകളെയാണ് ഇവിടെ പിന്നീട് നമ്മൾ ഓർക്കുകയുള്ളൂ. സോ കല്ലായി ജീവിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. നമുക്ക് നോക്കാം. താങ്ക് യു. ബൈ.